വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഗാസയിൽ നിയോഗിക്കപ്പെടുന്ന രാജ്യാന്തര സേനയിൽ ഇസ്രായേലിന് ഇഷ്ടമുള്ള രാജ്യങ്ങളെയാവും ഉൾപ്പെടുത്തുക എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഇസ്രായേലും സഖ്യരാഷ്ട്രങ്ങളും ചേർന്നാണ് ഗാസയുടെ ഭാവി ഭരണം തീരുമാനിക്കുകയെന്നും ഹമാസിന് പങ്കാളിത്തമുണ്ടാവില്ലെന്നും ഇസ്രായേൽ സന്ദർശനം നടത്തുന്ന റൂബിയോ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് പ്ലാൻ ബി ഇല്ലെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോ വ്യക്തമാക്കി. ഇസ്രായേൽ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗാസയിൽ സമാധാനം ഉറപ്പാക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും പറഞ്ഞു. സമാധാനത്തിനായി ഗാസയിൽ നിയോഗിക്കുന്ന അന്താരാഷ്ട്ര സമാധാന സേനയിൽ ഇസ്രായേലിന്റെ താൽപര്യങ്ങൾക്കാകും പ്രാധാന്യമെന്നും വ്യക്തമാക്കി. ഈ യുദ്ധത്തിന് പ്ലാൻ ബി ഇല്ല. സമാധാനം ഉറപ്പാക്കാനാണ് US-ന്റെ ലക്ഷ്യം. ഗാസയിലെ സുരക്ഷ ഉറപ്പാക്കാനായി ഇസ്രായേലിന് വിശ്വാസമുള്ള രാജ്യങ്ങൾ ചേർന്നൊരുക്കുന്ന ഒരു അന്താരാഷ്ട്ര സേന ഉടൻ രൂപീകരിക്കേണ്ടത് ആവശ്യമാണ്. അതേസമയം UN റിലീഫ് ഏജൻസിയായ UNRWAക്ക് ഗാസയിൽ ഭാവിയിൽ പങ്കില്ലെന്ന് US-ന്റെ നിലപാട് ആവർത്തിച്ച് അദ്ദേഹം വ്യക്തമാക്കി. ഹമാസ് ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഏജൻസികൾക്ക് ഗാസയുടെ പുനർനിർമ്മാണത്തിൽ സ്ഥാനം നൽകാനാവില്ല. ഹമാസ് ബന്ധം ആരോപിച്ച് UNRWA നേരത്തെ ഇസ്രായേൽ നിരോധിച്ചിരുന്നു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ ഗാസയ്ക്ക് താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും അതിന്റെ മറുവശം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. 11 ദിവസത്തിനിടെ 11 ഇസ്രായേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾക്ക് പകരമായി ഇസ്രായേൽ അധികൃതർ ഗാസയിലേക്ക് തിരിച്ചയച്ച 195 മൃതദേഹങ്ങളാണ് ഈ ഭീകരമായ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ടാൻസാനിയൻ തായി പൗരന്മാരായ 2 ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ഇതോടൊപ്പം കൈമാറി. എന്നാൽ ഈ മൃതദേഹങ്ങൾ നാസർ ആശുപത്രിയിലെ ഒറ്റമുറി ഫോറൻസിക് യൂണിറ്റിൽ എത്തിച്ചപ്പോൾ പുറത്തുവന്ന കാഴ്ചകൾ അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യത്വത്തെയും ഇസ്രായേൽ എത്രത്തോളം ലംഘിച്ചുവെന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. DNA സൗകര്യങ്ങളോ കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങളോ ഇല്ലാത്ത ദുരിതമയമായ സാഹചര്യങ്ങളിൽ ഒരു ഫോറൻസിക് അടിയന്തരാവസ്ഥയാണ് ഗാസയിലെ മെഡിക്കൽ സംഘം അഭിമുഖീകരിക്കുന്നത്. ഗാസയിലെ ആരോഗ്യ അധികൃതർ പുറത്തുവിട്ട ഫോട്ടോകളും ഡോക്ടർമാരുടെ സാക്ഷ്യങ്ങളും ഇസ്രായേൽ കസ്റ്റഡിയിൽ നടന്നതായി സംശയിക്കുന്ന ക്രൂരമായ പീഡനത്തിന്റെ സൂചന നൽകുന്നു. തിരിച്ചെത്തിയ ചില മൃതദേഹങ്ങൾ അഴുകിയ നിലയിലാണ്. പലരും സിവിലിയൻ വസ്ത്രങ്ങളിലോ അടിവസ്ത്രങ്ങൾ ഒഴികെ നഗ്നമായോ ആണ് എത്തിച്ചത്. മൃതദേഹങ്ങളിൽ ഒന്നിലധികം പരിക്കുകളുടെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നു. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് പലരുടെയും കൈത്തണ്ട പുറകിൽ കെട്ടിയിട്ടിരുന്നു. ചില മൃതദേഹങ്ങൾ കണ്ണു കെട്ടിയ നിലയിലോ കഴുത്തിൽ തുണി കെട്ടിയ നിലയിലോ ആണ് കണ്ടെത്തിയത്. മാത്രമല്ല, ട്രംപിന്റെ കരാർ നൽകിയ ആശ്വാസത്തിന് പിന്നിൽ അന്താരാഷ്ട്ര നിയമങ്ങളെയും ധാർമ്മികതയും ലംഘിച്ചുകൊണ്ടുള്ള ഇസ്രായേലിന്റെ ക്രൂരമായ നടപടികളുടെ നിശബ്ദമായ സാക്ഷ്യങ്ങളാണ് നാസർ ആശുപത്രിയിലെ മൃതദേഹങ്ങൾ എന്നാണ് വ്യക്തമാക്കുന്നത്. അപൂർണമായ വിവരങ്ങളും വിഭവങ്ങളുടെ അഭാവവും കാരണം ഗാസയിലെ ഡോക്ടർമാർ സത്യം കണ്ടെത്താൻ പാടുപെടുമ്പോൾ ഇസ്രായേലിന്റെ തടവറകളിലെ ഭീകരതയുടെ സൂചനകൾ ലോകത്തിനു മുന്നിൽ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുന്നു. ഈ യുദ്ധക്കുറ്റങ്ങൾ മറച്ചുവെക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾക്കിടയിലും പീഡനത്തിന്റെ പാടുകൾ പേർന്ന ഈ മൃതദേഹങ്ങൾ നീതിക്കു വേണ്ടിയുള്ള ഗാസയുടെ നിലവിളിയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ വക്താവ് ഈ റിപ്പോർട്ടുകളെ ഇസ്രായേലിനെ പൈശാചികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത് സത്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമായി മാത്രമേ കാണാൻ കഴിയൂ എന്നാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.